ആസിഫ് അലി, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിൽ ഇന്ന് തിയേറ്ററോട്ടെത്തുമ്പോൾ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ഓഡിയോസ് അമീഗോസ് എന്ന് പറയുന്ന സിനിമ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ സിനിമയെ കുറിച്ചാണ്. അപ്പൊ വീഡിയോ ആയിട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കളെങ്കിൽ പുത്തൻ പുതിയ സിനിമ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച് ആസിഫ് അലി, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിൽ ചിത്രമാണ് ഓഡിയോസ് അമീഗോസ് എന്ന് പറയുന്ന സിനിമ. അസോസിയേറ്റ് ഡയറക്ടറായ നഹാസ് നാസർ ആദ്യമായിട്ട് സംവിധായകനായിട്ട് മാറുകയാണ് ഈ സിനിമയിലൂടെ. കെട്ടിയോളന്മാരായിക്ക് ശേഷം തങ്കം തിരക്കഥ ഒരുക്കുന്ന ചിത്രം കൂടിയാണ് ഓഡിയോസ് അമീഗോസ് എന്ന് പറയുന്ന സിനിമ. ഗോപി സുന്ദറാണ് ചിത്രത്തിന് മ്യൂസിക് നൽകിയിട്ടുണ്ടായത്. എന്തൊക്കെയാണ് വളരെ വ്യത്യസ്തമായിട്ടൊരു ട്രെയിലർ തന്നെ ചിത്രത്തിനായിട്ട് പുറത്തു വന്നിട്ടുണ്ടായത്. വളരെയധികം പ്രതീക്ഷ, ഇന്ന് റിലീസ് ചെയ്ത ചിത്രങ്ങൾ വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു ചിത്രം കൂടിയാണ് ഓഡിയോസ് അമീഗോസ് എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ട്രെയിലറിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായത്. ഒരു ഫുൾ ടൈം ഫൺ തന്നെ ചിത്രമാണ്. രണ്ട് സുഹൃത്തുക്കളുടെ കഥ, രസകരമായിട്ടുള്ള കഥ പറയുന്ന ചിത്രം തന്നെ ഓഡിയോസ് അമീഗോസ് എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന. എന്തൊക്കെയാണ് ഒരു പ്രതീക്ഷകൾ തെറ്റിക്കാത്ത ചിത്രം ഇന്ന് തിയേറ്ററിലെത്തുമ്പോൾ വലിയൊരു വിജയമായിട്ട് മാറ്റാൻ നമുക്ക് ആശംസിക്കാം. എന്തൊക്കെയാണ് നല്ലൊരു ബുക്കിംഗ് തന്നെ ചിത്രത്തിന് ആദ്യ ദിനം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്യാവശ്യം ചിത്രത്തിന്റെ ഷോകളൊക്കെ ലിമിറ്റഡ് ആണെങ്കിൽ പോലും കൊച്ചി പോലത്തെ മേജർ സിറ്റികളെല്ലാം തന്നെ ചിത്രത്തിന് ആദ്യ ദിനം ഹൗസ്ഫുൾ ഷോകൾ ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രത്തിന് മികച്ച ഫിഗർ നേടി ഈ ഒരു വർഷത്തെ വിജയ ചിത്രമായിട്ട് മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഓഡിയോസ് അമീഗോസ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ എത്ര പേരാണ് ഇന്നത്തെ ദിവസം തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കും OTT അപ്ഡേറ്റ്സുകൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.